ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെറിയൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. എനിക്ക് കഴിഞ്ഞ വീഡിയോസിലൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, സ്റ്റിച്ചിങ് ഒക്കെ മതിയാക്കിയോ, വീഡിയോ എല്ലാം നിർത്തിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. വീഡിയോ ഒന്നും നിർത്തിയിട്ടൊന്നുമില്ല. വീഡിയോക്ക് നിർത്തണേ ഞാൻ തട്ടിപ്പോയാലേ ഈ സംഭവങ്ങളെല്ലാം ഞാൻ മതിയാക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് ആണ്. സാധാ നോർമൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യണതാണ് കേട്ടോ. പിന്നെ ഇതിൽ കോളർ വയ്ക്കണുണ്ട്, അതാണ് ഞാൻ ചെയ്യണത്. പിന്നെ കൂടുതൽ ലോങ് വീഡിയോസൊന്നും എടുക്കാത്തത്, ഞാൻ പുതിയ മെറ്റീരിയലൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും എടുക്കാത്തത് കേട്ടോ, ഷോർട്സൊക്കെ ഇടണത്. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്, നമ്മൾ യൂട്യൂബിൽ 1000 സബ്സ്ക്രൈബർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2-3 ആഴ്ചയായി, പക്ഷേ എനിക്ക് നിങ്ങളെ അറിയിക്കാൻ പറ്റിയില്ല. വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. ഇങ്ങനെ വോയിസ് കൊടുത്ത് ചെയ്യണതേ, വീഡിയോസൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങളോട്ട് അറിയിക്കാത്തത്. ഇപ്പം 1100 സംതിങ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. യൂട്യൂബിൻ്റെ ഒരു കടമ്പയാണ് കഴിഞ്ഞിട്ടുള്ളത്, ഇനിയും 2 കിടപ്പുണ്ട്. മോണിറ്റൈസ് ആവണമെങ്കിൽ ഇനിയും വ്യൂസ് കയറണം, വാച്ച് അവറും കംപ്ലീറ്റ് ആവണം. ഒന്നും ആയില്ല. ഇനിയും കുറഞ്ഞത് ഒരു 5-6 മാസം പിടിക്കുമെന്നാണ് എൻ്റെ ഒരിത്. അതിൽ കൂടിയാലേ ഉള്ളൂ. അതെങ്ങനെയെങ്കിലും ആക്കിയെടുക്കണം, പതുക്കെ ആവുള്ളൂ. ഇത് സബ്സ്ക്രൈബർ പിന്നെയും കയറുമെന്ന് തോന്നുന്നു പെട്ടെന്ന്, പക്ഷേ ഇത് മണിക്കൂർ വ്യൂസ് കയറാനാണ് കുറച്ച് ടൈം എടുക്കുന്നത്. അതും കൂടി ആയാൽ രക്ഷപ്പെട്ട്, ഹാഫ് മോണിറ്റൈസേഷൻ ആവും. പിന്നെ ഇന്നത്തെ ഈ സ്റ്റിച്ചിങ് വീഡിയോ ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്, ഒരു 7-6 മിനിറ്റത്തെ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഫുള്ള് ലെങ്ത് ആയിപ്പോവും. ഈ സംഭവം മെറ്റീരിയലിൽ തന്നെ ഞാൻ ഓൾറെഡി ടോപ്പിൻ്റെയും നൈറ്റീൻ്റെയും ഒക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടും. പിന്നെ ഇതിൽ ലൈനിങ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ലേ. അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മെറ്റീരിയലാണ്, ഇടാനൊക്കെ സുഖമുണ്ട്, നനയ്ക്കാൻ അതിനെയും കാട്ടി സുഖമുണ്ട്. ഇതിൽ കോളർ നെക്കും കയ്യിൽ എൽബോയുടെ അതുവരെയുള്ള ലെങ്താണ് കേട്ടോ കൊടുക്കണത്. അങ്ങനത്തെ ഇത് ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് തോന്നണത്. ചെയ്തിട്ടില്ല, അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് കോളർ ചെയ്യാമെന്ന് വിചാരിച്ചത്. കോളർ എനിക്ക് ക്ലിയറായിട്ട് അറിഞ്ഞൊന്നും കൂടെ, ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ് കോളർ വയ്ക്കാനായിട്ട്. അപ്പോൾ പഠിച്ച് ഞാൻ മനസ്സിലാക്കി എൻ്റെ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യണത്. എളുപ്പമൊക്കെ തന്നെ, കുറച്ച് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അത് ഞാൻ കുറച്ച് കട്ടിക്കാണ് കേട്ടോ വയ്ക്കണത്. നമ്മളിങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ സംഭവം അവിടെ ഇരിക്കണമല്ലോ, അതിനുവേണ്ടി ഈ എടുത്തിരിക്കണ ഈ സെയിം മെറ്റീരിയൽ തുണി തന്നെ 2 പീസും കൂടെ, മൊത്തം ടോട്ടൽ 4 പീസ് അങ്ങനെ വെച്ചാണ് കേട്ടോ എടുക്കുന്നത്. കണ്ട, കോളർ വെക്കണം എന്നുള്ള ഒരു ലെങ്ത് നോക്കാൻ വേണ്ടി അങ്ങനെ വെച്ച് കാണിച്ചതാണ്. ഇതിനകത്ത് തന്നെ ആ സെയിം പീസ് വെച്ച് അടിച്ച് മറിച്ചെടുത്താൽ മതി. നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, സകല കാര്യങ്ങളും കിട്ടുമല്ലോ. അങ്ങനെ ചെയ്തെടുക്കണതാണ്. പിന്നെ ഇത് ഇങ്ങനെ അടിച്ചെടുത്തിട്ട് ബാലൻസ് വരുന്ന പീസൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞാൽ മതി, എക്സ്ട്രാ തുണിയൊക്കെ. പിന്നെ പതിച്ചടിക്കണം, ഇത് മറിച്ചെടുത്തിട്ടേ പതിച്ചടിക്കണം. മറിച്ചെടുക്കുമ്പോൾ ആ എൻഡിൻ്റെ അവിടെയൊക്കെ ഷാർപ്പായിട്ട് കിട്ടണമെങ്കിൽ കത്രികയ്ക്ക് അവിടെ ഒന്ന് കോണായിട്ടൊന്ന് വെട്ടിക്കൊടുത്താൽ മതി, അപ്പോൾ അവിടെ കറക്റ്റായി കിട്ടും. എന്നിട്ട് ഇങ്ങനെ ഈ കുത്തിക്കയറ്റുന്ന സംഭവങ്ങളൊക്കെ കറക്റ്റ് കയറ്റിയില്ലെങ്കിൽ ആ ഓട്ട വഴി അത് വെളിച്ചാടി വരും. അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ അതനുസരിച്ച് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്യാവൂ കേട്ടോ. ഞാൻ ഈ സ്ക്രൂ ഡ്രൈവറൊക്കെ ഇട്ടാണ് കേട്ടോ അത് സെറ്റാക്കി എടുക്കണത്. നൂല് ചുരുട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്ക്രൂ ഡ്രൈവർ വെച്ചിരിക്കുന്നത്. ഭയങ്കര എളുപ്പമാണ്. മറ്റേത് കയ്യിൽ കൂടെ ഒരഞ്ഞേ കൈ മുറിയും, ഇതാകുമ്പോൾ കുഴപ്പമില്ല. ആ സംഭവം കഴിഞ്ഞ് കയ്യും അടിച്ച് മാറ്റി വെച്ച് ഈ കോളറും സംഭവം സെറ്റ് ചെയ്ത് മാറ്റി വെച്ച്. ഭയങ്കര എളുപ്പമാണ് കേട്ടോ. എനിക്ക് ലൈനിങ്ങും കൂടെ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ്. എനിക്ക് ലൈനിങ് ഇല്ലാതെ തയ്ക്കാനാണ് കൂടുതലിഷ്ടം. പിന്നെ ഇത് കട്ടി കൊണ്ടല്ലോ. ഫ്രണ്ട് നെക്ക് മാത്രമേ നമ്മൾക്ക് ഇഷ്ടത്തിന് വെട്ടണമുള്ളേ, ബാക്ക് വെട്ടണില്ല. ബാക്ക് വെട്ടണമെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുഴിച്ചൊന്ന് വെട്ടിക്കൊടുത്താൽ മതി, ചെറുതായിട്ട് ഒരു 1/2 ഇഞ്ചൊക്കെ മതിയാവും. നമുക്ക് കഴുത്തിനോട് ചേർന്ന് നെക്ക് വരണ്ട എന്നുണ്ടെങ്കിൽ മാത്രം ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുത്താൽ. ഞാൻ വെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. കഴുത്തിലിങ്ങനെ ഒട്ടിയിരിക്കണം എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് കുറച്ച് ചെറുതായിട്ടൊന്ന് പിറകിലോട്ട് വലിച്ചിടാൻ വേണ്ടി അങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ടിലത്തത് നമ്മൾ നെക്കിൻ്റെ പീസ് വെച്ച് അടിച്ചെടുത്തിട്ട് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കോളറും വെച്ച് കൈയും വെച്ച് അറ്റാച്ച് ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഇതിൽ കാണിക്കണില്ല. ഇതിൻ്റെ തന്നെ സെയിം മെറ്റീരിയൽ വെച്ച് ടോപ്പിൻ്റെ നൈറ്റീൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ആകുമ്പോൾ ബോറടിക്കണ്ടല്ലോ എന്ന് കരുതി. എനിക്ക് ബോറടിക്കേ,
അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം ഇല്ലേ. ഇതിപ്പോൾ ഞാൻ ഏകദേശമൊക്കെ തച്ച് തീർന്നു കേട്ടോ. ഇനി ഇട്ട് നോക്കണം, ഞാൻ കാണിച്ചു തരാം. എന്നെ നിർത്തി തച്ച് വെച്ചതുപോലെ ഉണ്ട് കേട്ടോ ഇന്നത്തെ സ്റ്റിച്ചിങ്. ഇത് ഞാൻ ഓൾറെഡി വെട്ടി വച്ചിരുന്നു കേട്ടോ തുണി, എന്നിട്ട് ഇന്നാണ് എടുത്ത് അടിച്ച് ഫിനിഷ് ചെയ്തത്. ഇതിനി അപ്ലോഡ് ആവണത് ഇന്നാണോ നാളെയാണെന്നൊന്നും അറിഞ്ഞൂടാ. നെറ്റുള്ളതനുസരിച്ച് വരും കേട്ടോ, അപ്പം നിങ്ങൾ കണ്ടോണേ. കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഇതാണ് സംഭവം. കണ്ട ഈ ഞാൻ തച്ചെടുത്തപ്പോൾ കറക്റ്റ് എന്നെ നിർത്തി അടിച്ച് വെച്ചതുപോലെ ഉണ്ട്. കറക്റ്റ് പക്ക ഷേപ്പിന് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരിടത്ത് പോലും ഇത്തിരി പോലും ലൂസ് ഇട്ടിട്ടില്ല. 1-2 ദിവസം ഇടും, പിന്നെ ടൈറ്റാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പിരുത്ത് പിന്നെ ലൂസാക്കും. മുട്ടിൻ്റെ അതുവരെയൊക്കെ ലെങ്ത് ഉണ്ട്, കണ്ട നല്ല ലെങ്ത് ഉണ്ട്. ബാക്ക് എക്സ്ട്രാ തുണി അങ്ങനെയൊന്നും വന്നില്ല കേട്ടോ. കറക്റ്റ് ഫിനിഷിങ്ങിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ കാണും കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, എന്തെങ്കിലും ചെയ്ത് വിടും. കഴുത്ത് കൊള്ളാമോ ഇല്ലെന്ന് പറയണേ. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വൈഡായിട്ടുള്ള നെക്ക്, ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ വൈഡാണ് ഇഷ്ടം. പിന്നെ ഈ കോളറും കൂടെ വെച്ചോണ്ട് ഇപ്പോൾ ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. എങ്ങനെയുണ്ടെന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ കണ്ടിട്ട് പറയണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ അടുത്ത ലോങ് വീഡിയോ ആയിട്ട് ഉടനെ വരില്ല, പതുക്കെ വരുള്ളൂ. ഷോർട്സ് വീഡിയോ എന്നും ഇടാൻ ശ്രമിക്കണുണ്ടേ. ഞാൻ വ്യൂസ് ഇപ്പോൾ നമുക്ക് എത്തിക്കണമല്ലോ, ആ ഒരു ഇതിന് വേണ്ടിയാണ് ഞാൻ ഷോർട്സ് കൂടുതലായിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.